ഹലോ ഗ്രേ മീഡിയാസിലേക്ക് സ്വാഗതം. മമ്മൂട്ടി നായകനായി എത്തിയ കളങ്കാവൽ 12ാം ദിനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ഒരു ചൊവ്വാഴ്ച സിനിമയുടെ പ്രകടനം എങ്ങനെയായിരിക്കും? ഇന്നലെ വരെയുള്ള കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. ഇന്നലെ ഫൈനലായി വന്ന കളക്ഷൻ 1097ഓളം ഷോകളിൽ നിന്ന് 36,000ഓളം ടിക്കറ്റുകളാണ് വിറ്റുപോയതായി ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന കണക്കുകൾ. 58 ലക്ഷം രൂപയോളമാണ് സിനിമയുടെ കളക്ഷനായി വന്നത്. അതായത് 85-90 ലക്ഷം രൂപയോളമാണ് സിനിമയ്ക്ക് ഇന്നലെ കളക്ഷനായി വന്നത്. ആദ്യമായിട്ടാണ് സിനിമയ്ക്ക് 1 കോടിക്ക് താഴെ പോകുന്ന ദിനമായി വരുന്നത്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 33 കോടിയിലേക്ക് സിനിമ എത്തിയിരിക്കുകയാണ്. വേൾഡ് വൈഡായിട്ട് സിനിമ 78 കോടിക്ക് മുകളിലും എത്തിയിരിക്കുകയാണ്. ഇന്നത്തോടെ സിനിമ 80 കോടി ടച്ച് ചെയ്യുമോ എന്നുള്ള ചോദ്യം തന്നെയാണ്. എന്തായാലും അത് കേരള ബോക്സ് ഓഫീസിലെ പ്രകടനത്തെ വിലയിരുത്തി തന്നെയായിരിക്കും എന്ന് ഉറപ്പിക്കാം. ഒരുപക്ഷേ അത് എത്താൻ ചാൻസുകൾ കുറവായിരിക്കാം എന്നാണ് മോർണിംഗ് സെക്ഷൻ കാണിക്കുന്നതെങ്കിൽ ഈവനിംഗ് ഒക്കെ ആകുമ്പോഴത്തേക്ക് തീ ആളിപ്പടരും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. ഇതിനോടകം തന്നെ ഏറെയും പ്രശംസ ഏറ്റുവാങ്ങിയിരിക്കുകയാണ് മമ്മൂട്ടിയുടെ ഈ ഒരു ചിത്രം. IFFK പോലെയുള്ള അല്ലെങ്കിൽ പല ഫെസ്റ്റിവലുകളിലും ഇന്ന് സിനിമ പ്രദർശിപ്പിക്കുമ്പോൾ അവിടെയെല്ലാം പല രാജ്യങ്ങളിൽ നിന്ന് വന്നതും സ്വദേശികളായ പലരും ഈ സിനിമ കണ്ടിട്ട് പറയുന്നത് അത്രത്തോളം ഗംഭീരം എന്നുള്ളത് തന്നെയാണ്. ഇതിനോടകം തന്നെ 17,44,000 മുകളിലുള്ള ഓഡിയൻസ് ഈ സിനിമ കാണുകയും 15,200 മുകളിലുള്ള ഷോകൾ കേരള ബോക്സ് ഓഫീസിൽ മാത്രം ട്രാക്ക് ചെയ്യപ്പെടുകയും ഉണ്ടായി ഈ ചിത്രത്തിന്. എന്തായാലും വരും ദിവസങ്ങളിൽ സിനിമ 80 കോടിയും കടന്ന് 90 കോടിയിലേക്ക് എത്തുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പിക്കുകയാണ്. സിനിമയ്ക്ക് ലോങ് റൺ തന്നെയാണ് മമ്മൂട്ടി കമ്പനി പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതായത് ക്രിസ്മസ് റിലീസിന് വരാൻ പോകുന്ന 2 ചിത്രങ്ങൾ, 2 3 4 ചിത്രങ്ങൾ ഇവിടെ എത്താനുണ്ട്. ആ ചിത്രങ്ങൾ ഇവിടുന്ന് പോയാലും കളങ്കാവൽ കളത്തിലുണ്ടാകുമെന്നുള്ളത് തന്നെയാണ് മമ്മൂട്ടി കമ്പനി നൽകുന്ന ഉറപ്പ്. അപ്പോൾ കാത്തിരിക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. ഗ്രേറ്റ് മീഡിയാസ്.